ഹലോ മക്കളെ, വെൽക്കം ടു Xylem ലേണിംഗ്. അക്ഷയ് സാറാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്റ്റ്, ആഹാരം അന്നപഥത്തിൽ എന്ന പാഠഭാഗത്തിലെ കോണ്ടന്റുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പല്ലുകളെക്കുറിച്ച്, വ്യത്യസ്ത തരം പല്ലുകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. മക്കൾക്ക് പഠിക്കാനുണ്ട് നമ്മുടെ പാഠഭാഗത്തിൽ. അതോടൊപ്പം തന്നെ പല്ലിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ആന്തര ഘടനയെക്കുറിച്ചും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമുക്ക് 4 തരത്തിലുള്ള പല്ലുകളാണ് ഉള്ളത്. അതിൽ മുൻനിരയിൽ തന്നെ കാണപ്പെടുന്ന പല്ലാണ് ഇൻസിസർ എന്ന് പറയുന്ന പല്ല്. മലയാളത്തിൽ നമ്മൾ ഉളിപ്പല്ല് എന്ന് വിശേഷിപ്പിക്കും. ചിത്രീകരണത്തിൽ ഈ കാണുന്ന പല്ലുകളാണ് ഉളി പല്ലുകൾ അഥവാ ഇൻസിസർ. ഇൻസിസറിനോട് ചേർന്ന് തന്നെ കാണാൻ പറ്റുന്ന കൂർത്ത മുനയുള്ള മറ്റൊരു തരം പല്ലാണ് കനൈൻ അഥവാ കോമ്പല്ല് എന്ന് പറയുന്ന പല്ലുകൾ. ഇൻസിസറിനോട് ചേർന്ന് തന്നെ നമുക്ക് എന്ത് കാണാം? കനൈൻ അഥവാ കോമ്പല്ല് കാണാൻ സാധിക്കും. മറ്റു 2 പല്ലുകൾ അഗ്രചർവണകം അഥവാ പ്രീമോളാർ, അതോടൊപ്പം തന്നെ മോളാർ ചർവണകം, നമ്മുടെ അണപ്പല്ല് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പല്ല്. ക്ലിയർ അല്ലേ? ഓരോന്നും നമുക്ക് വിശദമായി തന്നെ പഠിക്കണം. ഓരോ പല്ലിൻ്റെ ആകൃതി, അതിൻ്റെ ഫങ്ഷൻ എന്താണോ, ധർമ്മം എന്താണോ, അതിനനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതിൽ ആദ്യത്തെ പല്ലെന്ന് പറയുന്നത് ഉളിപ്പല്ല് അഥവാ ഇൻസിസറാണ്. ഒരു ഉളിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഉളിപ്പല്ലിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. അതിൻ്റെ കാരണം എന്താണെന്ന് സാറ് പറഞ്ഞു. ഘടന എന്ന് പറയുന്നത് ധർമ്മവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഉളിപ്പല്ലിൻ്റെ ധർമ്മം, ഫങ്ഷൻ എന്ന് പറയുന്നത് ആഹാരത്തെ കടിച്ചു മുറിക്കുക എന്നുള്ളതാണ്. കടിച്ചു മുറിക്കാനാണ്, ആഹാരത്തെ കടിച്ച് മുറിക്കാനാണ് ആര് സഹായിക്കുന്നത്? ഉളിപ്പല്ല് അഥവാ ഇൻസിസർ സഹായിക്കുന്നത്, അല്ലേ? കട്ടിംഗ് പർപ്പസ് ആണ് മക്കളെ. കട്ടിംഗ് പർപ്പസ്, കട്ടിംഗ് ദ ഫുഡ്, അല്ലെങ്കിൽ കട്ടിംഗ് ആൻഡ് ബൈറ്റിംഗ് ദ ഫുഡ്. ആഹാരത്തെ കടിച്ചു മുറിക്കാനാണ് ആര് സഹായിക്കുന്നത്? നമ്മുടെ ഉളിപ്പല്ല് അഥവാ ഇൻസിസർ സഹായിക്കുന്നത്. ഇൻസിസർ കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി പഠിക്കേണ്ടത് കോമ്പല്ല് അഥവാ കെനൈനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കെനൈന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ ഉപരിതലത്തിൽ, അതിൻ്റെ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള പീക്ക് എഡ്ജസ് കാണാൻ പറ്റും. ഈ നമ്മളെ കോമ്പല്ല് അഥവാ ഈ പറഞ്ഞിരിക്കുന്ന കെനൈൻ എന്ന് പറയുന്ന പല്ല് ഭക്ഷണ പദാർത്ഥങ്ങളെ, ആഹാരത്തെ കടിച്ചു കീറാനാണ് സഹായിക്കുക. കടിച്ചു കീറുക, ടിയറിങ് ദ ഫുഡ്. ആഹാരത്തെ കടിച്ചു കീറാൻ സഹായിക്കുന്ന, ആഹാരത്തെ കടിച്ച് കീറാൻ സഹായിക്കുന്ന, ടിയറിങ് ദ ഫുഡ്, ഓക്കെ, ഭക്ഷണത്തെ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കെനൈൻ എന്ന് പറയുന്ന പല്ല്, നമ്മുടെ കോമ്പല്ല്. മാംസാഹാരങ്ങൾ നമ്മൾ കടിച്ചു കീറുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല്ല് കോമ്പല്ലാണ് എന്ന് ഓർത്തു വെക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാര്യം. അടുത്ത 2 പല്ലുകൾ പ്രീമോളാർ അഗ്രചർവണകവും അതോടൊപ്പം തന്നെ മോളാർ ചർവണകവും. ഈ 2 പല്ലിൻ്റെ സർഫസ്, ഉപരിതലം നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫ്ലാറ്റായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ 2 പല്ലുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആഹാരത്തെ ഗ്രൈൻഡ് ചെയ്യുക, ക്രഷ് ചെയ്യുക, ചവച്ചരക്കുക എന്നുള്ളതാണ്. ആഹാരത്തെ ചവച്ചരക്കാൻ സഹായിക്കുന്ന, ക്രഷിങ് ആൻഡ് ഗ്രൈൻഡിങ് ദ ഫുഡ്, ആ ഒരു ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? ചർവണകം ആൻഡ് അഗ്രചർവണകം, അതായത് മോളാർ ആൻഡ് പ്രീമോളാർ. മോളാറിൻ്റെയും പ്രീമോളാറിൻ്റെയും ഡ്യൂട്ടി എന്താണ്? ആഹാരത്തെ ചവച്ചരക്കുക, ക്രഷിങ് ആൻഡ് ഗ്രൈൻഡിങ് ദ ഫുഡ്. ഇത് വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ പല്ലിൻ്റെയും ഘടന, സ്ട്രക്ചർ എന്ന് പറയുന്നത് അതെന്താണോ ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻ എന്താണോ, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? മാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ 4 തരം വ്യത്യസ്ത പല്ലുകൾക്കും പുറമെ നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്ത ഘടനയാണെങ്കിലും ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ആന്തരഘടനയിൽ മാറ്റമൊന്നുമില്ല എന്നത് സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് സാറിൻ്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ 2 പല്ലുകളെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ കെനൈൻ അഥവാ കോമ്പല്ല്, മറ്റൊന്ന് ചർവണകം അഥവാ മോളാർ. അപ്പോൾ 2 പല്ലുകളും വ്യത്യസ്ത ഘടന പുറമെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം. പുറമെ നിന്ന് നോക്കുമ്പോൾ കോമ്പല്ല് കെനൈനിന് കൂർത്തിരിക്കുന്നൊരു വശമുണ്ട്, എന്നാൽ മോളാർ ചർവണകത്തിൽ ഫ്ലാറ്റ് ആണെന്ന് നമുക്കറിയാം. ഫ്ലാറ്റാണ് അതിൻ്റെ മുകൾ വശം.
അപ്പോൾ പുറം ഘടനയിൽ വ്യത്യസ്തത ഉണ്ടെങ്കിലും ആന്തരഘടന ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ മാറ്റമൊന്നും കാണാനില്ല. നമുക്ക് നോക്കാം. ഒരു പല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പല്ലിനെ നമ്മൾ 3 റീജിയൻസ് ആക്കി മാറ്റുകയാണ്. ഏറ്റവും മുകളിലുള്ള ഈ ഭാഗത്തെ ക്രൗൺ എന്നാണ് വിളിക്കുന്നത്, ദന്തമകുടം. അതിനുശേഷം നമ്മുടെ മോണ വരുന്ന ഭാഗത്തെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ്, അതിന് നമ്മൾ നെക്ക് അഥവാ ദന്തഗളം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മുകളിൽ ദന്തമകുടം, ക്രൗൺ, അതിനുശേഷം നെക്ക് അഥവാ ദന്തകളം. അതിന് താഴെ വരുന്ന ഭാഗം അത് നമ്മുടെ മോണക്കകത്താണുള്ളത്. ആ ഭാഗത്തെ നമ്മൾ റൂട്ട് എന്നാണ് വിളിക്കുന്നത്, ദന്തമൂലം എന്ന് നമുക്ക് വിളിക്കാം. റൂട്ട് അഥവാ ദന്തമൂലം. പല്ലിനെ 3 റീജിയൻ ആക്കിയേ. ക്രൗൺ, ദന്തമകുടം, നെക്ക്, ദന്തകളം, റൂട്ട്, ദന്തമൂലം. ഇനി നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. പല്ലിൻ്റെ ഏറ്റവും പുറമെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല്ലിൻ്റെ ഏറ്റവും പുറമെ വെള്ള നിറത്തിൽ ഒരു കാര്യം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പല്ലിൻ്റെ ഏറ്റവും പുറമെ അതിനെ നമ്മൾ വിളിക്കുന്നത് ഇനാമൽ എന്നാണ്. ഇനാമൽ എന്ന് വിളിക്കും. മനുഷ്യശരീരത്തിലെ കട്ടിയേറിയ കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. ഒന്ന് ശ്രദ്ധിക്കണേ, അതിൻ്റെ നിറം വെള്ളയാണ്, വൈറ്റ് ഇൻ കളർ, വെള്ള നിറമാണ്, ഹാർഡസ്റ്റ് പാർട്ടാണ്, കടുപ്പമേറിയ ഭാഗമാണ്, നിർജീവമാണ്, ഡെഡ് ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇനാമൽ. അതൊന്ന് ഓർത്ത് നോക്കുക, അത് ഡെഡാണ്, ജീവനില്ല, നിർജീവമാണ്. അതിന് തൊട്ട് താഴെ കാണുന്ന ചിത്രത്തിൽ ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഭാഗമാണ്, ചിത്രീകരണത്തിൽ ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഭാഗം, അതാണ് മക്കളെ ഡെൻഡൈൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ഇനാമൽ നിർജീവമാണ്, ഡെഡാണ് എന്ന് വെച്ച് ഡെൻഡൈൻ എന്തല്ല, നിർജീവമല്ല, ഡെൻഡൈൻ ലിവിങ് ആണ്. അത് ഓർത്ത് വെക്കുക. ഡെൻഡൈൻ ലിവിങ് ടിഷ്യൂ ആണ്, വിച്ച് ഫോംസ് ദ ടൂത്ത്. പല്ല് മുളയ്ക്കുന്ന അല്ലെങ്കിൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് എന്ത്, ഡെൻഡൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് നിർജീവമാണ്, അതിനുശേഷം വരുന്ന ഡെൻഡൈൻ എന്താണ്, ജീവനുള്ള കലയാണ് എന്ന് ഓർത്ത് വെക്കണം. അതിനുശേഷം വരുന്ന ഭാഗം ഈ ഉള്ളിലുള്ള ഭാഗമാണ്. ഈ സാറിപ്പോൾ ലേസർ പോയിന്റോട് കാണിക്കുന്ന ഈ ഒരു ഭാഗം, അത് പൾപ്പ് എന്നാണ് വിശേഷിപ്പിക്കുക. പൾപ്പ് എന്ന് പറയും. പൾപ്പ് എന്ന് പറയുന്നത് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സീൻ ഇൻ ദി പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് രക്തക്കുഴലുകളെയും ലിംഫ് വാഹികകളെയും നാഡീതന്തുക്കളെയും കാണാൻ പറ്റും. ബ്ലഡ് വെസൽസിനെയും ലിംഫ് വെസൽസിനെയും നെർവിനെയും നമുക്ക് കാണാൻ പറ്റും. ഏതിനകത്ത് മക്കളെ, നമ്മുടെ പൾപ്പിനകത്ത്. രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളുമാണ് കാണപ്പെടുന്നത്. ശ്രദ്ധിക്കണം മക്കളെ, എന്തൊക്കെ കാണും? ബ്ലഡ് വെസൽ, ലിംഫ് ഡക്റ്റ്, നെർവ് ഫൈബേഴ്സ് ആർ ഓൾസോ സീൻ. എവിടെയാണ് മക്കളെ? നമ്മുടെ ഏത് ഭാഗം? പൾപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് കാണാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇനി മക്കളെ, ഈ പല്ലിനെ മോണയിലെ കുഴികളിൽ ഗമ്മിൻ്റെ സോക്കറ്റിൽ പിടിച്ചു വെക്കുന്നത് സിമൻറ്റം എന്ന് പറയുന്ന കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ, കാൽഷ്യം അടങ്ങുന്ന യോജക കലയാണ് മക്കളെ സിമൻറ്റം. ആ സിമൻറ്റമാണ് പല്ലിനെ മോണയിലെ കുഴിയിൽ ഉറപ്പിച്ചു വയ്ക്കുന്നത്. അപ്പം ഇത്രയുമാണ് അക്ഷയ് സാറിന് ഇന്ന് പറയാനുള്ളത്. മക്കളെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ പരീക്ഷയിലും മറ്റുമായി പഠിക്കണം. പരീക്ഷയിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കും. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വരും. അക്ഷയ് സാറ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ മക്കളെല്ലാവരും സുഹൃത്തുക്കളെയും കൂട്ടിയൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ വരിക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ബൈ.